ഈ വിചാരം 95 ഭീകരവാദം. ലോകചരിത്രത്തിൽ എക്കാലവും എവിടെയും ഭീകരവാദം നിലനിന്നിരുന്നു. എങ്കിലും ആധുനിക ലോകത്തിൽ ആ സാമൂഹ്യ വിപത്ത് വല്ലാതെ വർദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ഭീകരവാദം? രാഷ്ട്രീയമോ വർഗീയമോ ആശയപരമോ ആയ നേട്ടങ്ങൾക്കായി മനുഷ്യരെ ഭീഷണിപ്പെടുത്തുകയോ കൊല്ലുകയോ ചെയ്യുന്ന ഹീനതന്ത്രമാണ് ഭീകരവാദം. മേൽപ്പറഞ്ഞവയിൽ വർഗീയ കാരണം തന്നെയാണ് കൂടുതലായി കാണുന്നത്. മാത്രമല്ല, സർക്കാരേതര സംഘടനകളോ വ്യക്തികളോ ആണ് മിക്കപ്പോഴും ഭീകരത നടപ്പാക്കുന്നത്. ഭീകരത പലതരത്തിൽ നടക്കുന്നുണ്ട്. മാരകായുധങ്ങൾ, ബോംബുകൾ, ഹൈജാക്ക് ചെയ്യുക, ഹോസ്റ്റേജ് ആക്കുക, സൈബർ ഭീകരത എന്നിങ്ങനെ. മറ്റൊരു തരത്തിലും ഭീകരതയെ തരംതിരിക്കാം. ജിഹാദി ഭീകരത, വർഗീയ ഭീകരത, രാഷ്ട്രീയ ഭീകരത, സ്വാതന്ത്ര്യവാദം, ഇടതുപക്ഷ ഭീകരത, വലതുപക്ഷ ഭീകരത, അരാജകത്വം, വ്യക്തിഗത ഭീകരത എന്നിങ്ങനെ. അമേരിക്ക പോലെയുള്ള വികസിത രാജ്യങ്ങളിൽ ആദർശപരമായ കാരണങ്ങളാലോ ഭരണകൂടത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയോ വർഗവിദ്വേഷം മൂലമോ വ്യക്തികളെ ഭീഷണിപ്പെടുത്തുകയോ വധിക്കുകയാണ് പതിവ്. സ്കൂൾ കുട്ടികൾ വരെ ഇതിന് ഇരയാകുന്നുണ്ട്. അതുപോലെ ഭീകരത നടത്തുന്നത് പലപ്പോഴും കൗമാരക്കാരാണെന്ന് കാണാം. അല്ലെങ്കിൽ യുവജനങ്ങളോ അഭ്യസ്തവിദ്യരോ ഒക്കെ ആയിരിക്കും. ഇക്കൂട്ടരുടെ ലക്ഷ്യം രാഷ്ട്രീയമോ ഭരണമാറ്റമോ ഒക്കെയാകാം. കറുത്ത വർഗക്കാർക്ക് എതിരെയുള്ള അതിക്രമം അമേരിക്കയിൽ വലിയൊരു പ്രശ്നമാണ്. ഇക്കൂട്ടർ പലതരം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ഇതിനൊക്കെ എതിരായാണ് മാർട്ടിൻ ലൂതർ കിങ് സമരം ചെയ്തതും വധിക്കപ്പെട്ടതും. ഭാരതത്തിൽ ഭീകരതയുടെ നിർവചനം ഇങ്ങനെയാണ്: രാജ്യത്തിൻ്റെ സുരക്ഷയും അഖണ്ഡതയും ഏകതയും പരമാധികാരവും ഹനിക്കപ്പെടുന്ന ഏതൊരു പ്രവൃത്തിയും ഭീകരവാദമാണ്. അതുപോലെ തന്നെ വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷയും സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്ന പ്രവൃത്തികളും. UAP നിയമത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ്. ഭീകരവാദത്തിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ആദർശപരമായ കാരണങ്ങൾ തന്നെ. ഇതിൽ തന്നെ വർഗീയ ആദർശങ്ങളാണ് പ്രധാനം. വർഗീയ വിദ്വേഷത്തിൻ്റെ ഇരകളായ രാജ്യങ്ങളും ജനങ്ങളും അനവധിയാണ് ലോകമെമ്പാടും. പല കാലങ്ങളിൽ ലോകത്തിൽ നടന്നിട്ടുള്ള വംശഹത്യകൾ അതിനുദാഹരണമാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിലും അതിനുശേഷവും ജൂതന്മാർ നേരിടേണ്ടി വന്ന പീഡനങ്ങൾ വിവരണാതീതമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയും അതുതന്നെയാണ്. കാശ്മീരി പണ്ഡിറ്റുകൾ നേരിടേണ്ടി വന്നതും അതുതന്നെയാണ്. പതിനായിരക്കണക്കാണ് അവർ കൊല്ലപ്പെട്ടതും ലക്ഷക്കണക്കാണ് അവർ നാടുവിട്ട് പലായനം ചെയ്യേണ്ടി വന്നതും. കറുത്ത വർഗക്കാർ അമേരിക്കയിൽ നേരിടേണ്ടി വരുന്നതും ഇതുതന്നെയാണ്. ഇതാണെങ്കിൽ ഒരു തുടർക്കഥയുമാണ് അവിടെ. ഭീകരത ഊട്ടി വളർത്തുന്ന ചില രാജ്യങ്ങളും പ്രദേശങ്ങളുമുണ്ട്. പാകിസ്ഥാൻ, പാലസ്തീൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ആണ് ഇതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഭീകരന്മാരെ ഈ രാജ്യങ്ങളിൽ നിന്ന് സമാധാനകാംക്ഷികളായ അയൽ രാജ്യങ്ങളിലേക്ക് കയറ്റിവിടുന്നു. എന്നിട്ട് അവിടങ്ങളിൽ കലാപം സൃഷ്ടിക്കുന്നു. രാജ്യരക്ഷ നടപ്പാക്കുന്ന സൈന്യത്തെ വധിക്കുന്നു. നിർദോഷികളായ സാധാരണ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. സർക്കാർ സ്ഥാപനങ്ങളായ പാർലമെൻറ്റും മറ്റും ആക്രമിക്കുന്നു. മേൽപ്പറഞ്ഞതെല്ലാം ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അവയുടെയും പിന്നിൽ വർഗീയതയാണെന്ന് കാണാം. അതുകൊണ്ട് ഇതിൽ നിന്നെല്ലാം കണ്ടെത്താവുന്ന നിഗമനം ഒന്ന് തന്നെയാണ്: ഭീകരവാദത്തിൻ്റെയും ഉറവിടം വർഗീയത തന്നെയാണ്. ഇതിനു മുമ്പത്തെ എൻ്റെ പ്രഭാഷണം വർഗീയ വിഷയത്തെപ്പറ്റിയായിരുന്നു.
വർഗീയ വിഷത്തെ പറ്റിയായിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയായി ഇതിനെ കണക്കാക്കാം. ഒന്ന് മാത്രം പറയാം. ഭീകരവാദം മൂലം പല കാലങ്ങളിൽ പൊലിഞ്ഞുപോയ വിലപ്പെട്ട ജീവനുകൾ അനവധിയാണ്. മഹാത്മാഗാന്ധി, മാർട്ടിൻ ലൂതർ കിങ്, സുൽഫിക്കർ അലി ഭൂട്ടോ, മുജീബുർ റഹ്മാൻ തുടങ്ങിയവർ. ആധുനിക കാലത്ത് ഭീകരവാദം മൂലം മരണമടഞ്ഞവരുടെ എണ്ണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ചിലത് താഴെ പറയുന്നവയാണ്: ഇസ്രായേൽ, ബുർക്കിനോ ഫാസോ, പാകിസ്ഥാൻ, മാലി, സിറിയ, അഫ്ഗാനിസ്ഥാൻ, സൊമാലിയ, നൈജീരിയ, മ്യാൻമാർ, നൈജർ, ഇറാഖ്, കോങ്കോ, ഇന്ത്യ, മൊസാംബിക്, കൊളംബിയ, ഇങ്ങനെ പോകുന്നു. അടുത്ത കാലത്ത് ബ്രിട്ടനിലേക്കും ഫ്രാൻസിലേക്കും മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഭീകരവാദം പടർന്നിട്ടുണ്ട്. ഇന്ത്യയിൽ അടുത്ത കാലത്ത് വർദ്ധിച്ചു വരുന്ന വർഗീയതയുടെ കാരണങ്ങളെപ്പറ്റി ലഫ്റ്റനൻറ്റ് ജനറൽ ആലുവാലിയ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: സാങ്കേതിക വിദ്യകളിലുണ്ടായിട്ടുള്ള അഭൂതപൂർവമായ വളർച്ച, ഉദാഹരണം ഇൻ്റർനെറ്റ്, തന്മൂലം ശക്തിയേറിയ നൂതന ആയുധ സാമഗ്രികളുടെ ലഭ്യത, പുതിയ ആശയവിനിമയ സംവിധാനങ്ങൾ, വർദ്ധിച്ചു വരുന്ന ധനസമ്പത്ത് മുതലായവയാണ്. ഏതായാലും ഭീകരതയിലൂടെ നേടുന്നതൊന്നും ശാശ്വതമല്ല എന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയുമൊക്കെ ഉദാഹരണങ്ങൾ മാത്രം. അതുപോലെ ഭീകരതയിലൂടെ വളരാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും പേര് പറയുന്നില്ല.